അതെ, നമുക്കൊരു ഒലത്തം കൊലത്തിയാലോ? ചില പ്രദേശത്ത് ഈ ഒലത്തം എന്നുള്ളത് അത്ര ശരിയായ പദപ്രയോഗമല്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കൊച്ചിക്കാർക്ക് ഇത് ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇറച്ചി ഒലത്തും, ബീൻസ് ഒലത്തും, അച്ചിങ്ങൊലത്തും, ചെമ്മീനൊലത്തും, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒലത്താൻ പോകുന്നത് ചെമ്മീനാണ്. എടാ, എനിക്കറിയാൻ പാടില്ല എങ്ങനെയൊക്കെ മിനിമൽ മസാല ഇട്ട് ഉണ്ടാക്കിയാലും ഈ ഒരു സാധനത്തിന് ഭയങ്കര രുചിയാണ്. ഇതുണ്ടെങ്കിൽ ചോറ് തീർന്നോണ വഴി അറിയത്തില്ല. അതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർ, അതായത് ഞാനിപ്പോൾ ഒരു റീസെറ്റിലാണല്ലോ, അതുകൊണ്ട് എന്നെ പോലെയുള്ളവരൊക്കെ ഇത് കഴിക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ ചോറിൻ്റെ കൂടെ. കാരണം ചോറിൻ്റെ കൂടെ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ എൻ്റെ പൊന്നു മോനെ നിർത്താൻ പറ്റത്തില്ല. ഇത് സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതിൻ്റെ അകത്തേക്ക് സവാള ഇടുന്നു, കുറച്ച് ഇഞ്ചി ഇടുന്നു, വേപ്പില ഇടുന്നു, ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റുന്നു. ഈ സമയത്ത് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട സാധന സാമഗ്രികളൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങക്കൊത്ത്, കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ കുറച്ച് കരിക്ക് പോലെയുള്ള തേങ്ങാക്കൊത്താണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെയും ഇത് നല്ലപോലെ വഴറ്റുക. ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് വളരെ കുറച്ച്. ഇത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതങ്ങ് അടച്ചു വെക്കണം. അപ്പോൾ ഈ ചെമ്മീനിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് നല്ലപോലെ കുക്കാവും. എന്നിട്ട് ഈ വെള്ളം അങ്ങ് വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്ത് പൊക്കത്ത് കുറച്ച് വേപ്പിലേക്ക് ഇട്ട് അലങ്കോല പണിയൊക്കെ ചെയ്താൽ സംഭവം സെറ്റ്.